നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിഫ്റ്റി 24,900 മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും 20-യുടെ EMIക്ക് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിലെ 50 ഓഹരികളിൽ 46ഉം ഇന്നലെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്ത് പോസിറ്റിവിറ്റിയിലാണ്. ഡൗ ജോൺസ് 0.75% നേട്ടത്തിൽ, S&P 500 0.94% നേട്ടത്തിൽ, നാസ്ഡാക്ക് ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1.40% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് വരാം. തിങ്കളാഴ്ച വൈകുന്നേരം ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന വെബ്സൈറ്റിൽ എല്ലാവരും ഉടൻ ടെഹ്റനിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതോടെ ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. S&P 500 0.36% ഇടിവിലും, ഡൗ ജോൺസ് 0.34% ഇടിവിലും, ടെക് ഓഹരികൾ 0.5% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ പ്രസ്താവന വന്നതോടെ ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ബ്രന്റും WTIയും ഇന്ന് നേട്ടത്തിലാണ്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $74.58 പെർ ബാരൽ എന്ന നിലയിൽ 2.21% നേട്ടത്തിലാണ്. ക്രൂഡ് ഓയിൽ WTI ഉള്ളത് $71.58 പെർ ബാരൽ എന്ന നിലയിൽ 1.90% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ആക്രമണങ്ങൾ ഇപ്പോൾ 4-ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇസ്രയേൽ വെടിനിർത്തലിനായി സമ്മർദ്ദം ചെലുത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെടാൻ ഇറാൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ സമീപിച്ചതായി റിപ്പോർട്ടുണ്ട്. അടുത്തതായി US പ്രധാനപ്പെട്ട ഇവന്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പുറത്തു വരാനിരിക്കുന്നത് മെയ് മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയാണ്. അതിനുശേഷം ബുധനാഴ്ചയാണ് US വിപണി കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് വരുന്നത്. ഫെഡറൽ റിസർവിന്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് അന്ന് ബുധനാഴ്ചയാണ്. പോളിസി നിരക്കുകളിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇൻഫോസിസ് 1.79% നേട്ടത്തിൽ, വിപ്രോ 2% നേട്ടത്തിൽ, ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.54% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 1.24% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി 0.51% ഇടിയുകയുണ്ടായി. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $106,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസിൽ സ്പോട്ട് ഗോൾഡ് ഏകദേശം 1% ഇടിവാണ് ഇന്നലെ ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് 0.5% നേട്ടത്തിലാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 74,440 രൂപയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഹൈലൈറ്റുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ വെറും 799 രൂപയ്ക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ കോസ്മോ ഫീഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിലും ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് വളരെ കുറവായി വരികയാണ്. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. സിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. 169.5 ദശലക്ഷം വാറണ്ടുകളുടെ 2,237 കോടി രൂപ പ്രൊഫഷണൽ ഇഷ്യൂ വഴി സി പ്രൊമോട്ടർമാർ 4% നിന്ന് 18.39% ഉയർത്തിയേക്കും. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 132 രൂപയാണ്. ഈ നീക്കം പ്രൊമോട്ടർമാരുടെ ദീർഘകാല പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു. കൂടാതെ ഇനി മറ്റു കാര്യങ്ങൾ നോക്കാം. മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോൾ സി എന്റർടൈൻമെന്റ് സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 9.49% ആണ് ഇപ്പോഴുള്ളത്. മുൻപ് അത് 8.07% വാറണ്ടുകളുടെ കൺവേർഷന് മുൻപുള്ള ചില പെർസെൻറ്റേജുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇനി ഇൻഷുറൻസ് കമ്പനികൾ അവർ 5.18% നിന്ന് 6.09% വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 19.40 നിന്ന് 22.83% വർദ്ധിപ്പിച്ചു. റീറ്റെയിൽ നിക്ഷേപകരുടെയും വർധനവ് തന്നെയാണ്. 28.56% നിന്ന് 33.61% വർദ്ധിപ്പിച്ചത്. മറ്റൊരു വാർത്ത കൂടിയുള്ളത്, ഇന്നലെ JLR, അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ JLRൻ്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആയിരുന്നു. അതിൽ നമ്മൾ 3-4 ദിവസം മുൻപ് ഉള്ള ഒരു ഈവനിങ് പോഡ്കാസ്റ്റ് വീഡിയോയിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. JLRൻ്റെ ഒരു പ്രത്യേക ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ട്. അതിൽ ഒരുപക്ഷെ പ്രോഫിറ്റ് മാർജിൻ കുറയ്ക്കാനുള്ള ഒരു സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വാർത്ത സൂചിപ്പിച്ചിരുന്നു. കൃത്യമായി തന്നെ അത്തരത്തിൽ പ്രോഫിറ്റ് മാർജിൻ 5 മുതൽ 7% വരെ ഫിനാൻഷ്യൽ ഇയർ 2026 കുറച്ചിട്ടുണ്ട്. മുൻപ് അത് 10% ടാറ്റ മോട്ടോഴ്സ് ഇന്നലെ 3.5% മുകളിൽ ഇടിയാൻ കാരണമുണ്ടായതും ഇത് തന്നെയാണ്. പരമാവധി നമ്മൾ എല്ലാ വാർത്തകളും നേരത്തെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ നമ്മുടെ ഈവനിങ് പോഡ്കാസ്റ്റ് വീഡിയോയും അതുപോലെ രാവിലത്തെ ഡെയിലി മാർക്കറ്റ് ന്യൂസും കൃത്യമായി തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ബയോകോൺ എന്ന കമ്പനി 4,500 കോടി രൂപ സമാഹരിക്കുന്നതിനായി ഒരു QIP ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിച്ചു.
ഓഹരിക്ക് 340.20 അടിസ്ഥാന വില. എന്നാൽ അന്തിമ നിരക്ക് നിശ്ചയിക്കുമ്പോൾ കമ്പനി ഈ വിലയിൽ നിന്ന് 5% വരെ കിഴിവ് വാഗ്ദാനം ചെയ്തേക്കാം. ഇടപാടിന്റെ സാധ്യത വില ഓഹരിക്ക് 323.20. അടുത്തത് NTPC എന്ന കമ്പനിയാണ്. സർക്കാർ ഉടമസ്ഥയിലുള്ള ഈ വൈദ്യുതി കമ്പനി 2025 ജൂൺ 21 നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ ബോണ്ടുകൾ പുറത്തിറക്കി 18,000 കോടി രൂപ വരെ സമാഹരിക്കുന്നതിന് പദ്ധതിയിടുന്നു. അടുത്തതായി തൻല പ്ലാറ്റ്ഫോം എന്ന കമ്പനിയാണ്. കമ്പനിയുടെ ബോർഡ് 175 കോടി രൂപ വരെ ഷെയർ ബൈബാക്കിന് അംഗീകാരം നൽകി. ടെൻഡർ ഓഫറിലൂടെ ഒരു ഓഹരിക്ക് 875 രൂപ നിരക്കിൽ 20 ലക്ഷം വരെ പൂർണ്ണമായി അടച്ച ഓഹരികൾ, അതായത് മൊത്തം ഓഹരിയുടെ ഏകദേശം 1.49% തിരികെ വാങ്ങാനാണ് പദ്ധതിയിടുന്നത്. അടുത്തത് വിശാൽ മെഗാമാർട്ട് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ പ്രൊമോട്ടർമാരായ സമയത് സർവീസ് LLP ബ്ലോക്ക് ഡീലുകൾ വഴി കമ്പനിയുടെ 10% ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയാണ്. പൂനെക്കടുത്തുള്ള മഹാരാഷ്ട്രയിലെ താലിഗോവയിലുള്ള പ്ലാന്റിൽ കമ്പനി പാസഞ്ചർ വാഹന എഞ്ചിനുകൾ നിർമ്മിക്കാൻ തുടങ്ങി. പൂർണ്ണ കാർ ഉൽപ്പാദനം പിന്നീട് ആരംഭിക്കും. ഇന്ന് F&A സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ABFRL, ബിസോഫ്റ്റ്, CDSL, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഹഡ്കോ, IREDA, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ തുടങ്ങിയ കമ്പനികളാണ്. ഇനി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ ഇതേ വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ ഞങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കുക. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് ആയ കാര്യങ്ങൾ മുതൽ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂളുകൾ, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, കൂടാതെ ഇതിനൊക്കെ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ടതായ ട്രേഡിംഗ് സൈക്കോളജിയെ കുറിച്ച്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സിൽ കടന്നു പോകുന്നത്. 2 മുതൽ 3 ക്ലാസ്സുകൾ വരെയായിരിക്കും ആഴ്ചയിൽ ഉണ്ടായിരിക്കുക. 1 മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 3000 രൂപയാണ് ഫീസായിട്ടുള്ളത്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് FIA സെല്ലിങ്ങിൽ തന്നെയാണ്. 2539 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തത്. DIs ആവട്ടെ 5781 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.35% നേട്ടത്തിലും, സിംഗപ്പൂർ മാർക്കറ്റ് സ്ട്രെയിറ്റ് ടൈംസ് 0.53% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.85% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,986 എന്ന നിലയിൽ 8 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 10 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 24,946-ൽ 228 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടാക്കിയ നഷ്ടം ഇതോടെ നിഫ്റ്റി നികത്തുകയുണ്ടായി. കൂടാതെ 24,900 മുകളിലായി ക്ലോസ് ചെയ്യാനും സാധിച്ചു. കഴിഞ്ഞ വെള്ളി തിങ്കൾ ദിവസങ്ങളിലായിട്ട് നല്ല മൂവ്മെന്റ് ആണ് നിഫ്റ്റിയിൽ നമുക്ക് ലഭിച്ചത്. ഇനി ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് നോക്കേണ്ടത്. അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 25,100 മുതൽ 25,200 വരെയുള്ള ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ്. നിഫ്റ്റി 25,200 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കീ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500 മുതൽ 24,400 വരെയുള്ള സോൺ തന്നെയാണ്. 50 ഡേ EMA ഉള്ളതും ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. ഡൗൺ സൈഡിൽ ഇപ്പോഴത്തെ ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,800 മുതൽ 24,700 വരെയുള്ള ലെവലുമാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 25,500 സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,300 സ്ട്രൈക്ക്, അതിനുശേഷം 25,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,800 സ്ട്രൈക്ക്, അതിനുശേഷം 24,700 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,800-ഉമാണ്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 24,900 സ്ട്രൈക്കിൽ 362% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 34% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,850 സ്ട്രൈക്കിൽ 471% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ വെറും 10% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,950 സ്ട്രൈക്കിൽ 733% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 72% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,945-ൽ 418 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ് 4 ദിവസങ്ങളായിട്ട് ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഇന്നലെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കൂടാതെ 20 ഡേ EMAയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാനും സാധിച്ചു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ജൂൺ 13-ാം തീയതി ക്രിയേറ്റ് ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ നമ്മൾ പറഞ്ഞ 55,945 എന്ന റേഞ്ചിന് അരികെ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്.
ഇവിടെ നിന്നും ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്സൈഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് 56,250 മുതൽ 56,500 വരെയുള്ള ലെവലാണ്. ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ടാവാൻ സാധ്യതയുള്ളത് 20 ഡേ EMA ഉള്ളത് 55,740 750 സോണാണ്. ഇന്ത്യ വിക്സിലേക്ക് ഇന്ത്യ വിക്സ് ഇന്നലെ 15-ന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. 14.84-ൽ 1.61% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി പിൻ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.